ബിജെപി നേതാവ് സി സദാനന്ദൻ രാജ്യസഭയിലേക്ക് കേന്ദ്ര സർക്കാർ നോമിനേറ്റ് ചെയ്തു. തൗഫീഖ് അസ്ലമുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. തൗഫീഖ്, എന്താണ് ഇപ്പോൾ കിട്ടുന്ന കൂടുതൽ വിവരങ്ങൾ? അജിന, ബിജെപി നേതാവ് സി സദാനന്ദൻ മാസ്റ്ററെയാണ് ഇപ്പോൾ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് കേന്ദ്ര സർക്കാർ. ആ 4 നോമിനേറ്റ് അംഗങ്ങളുടെ ഒഴിവ് രാജ്യസഭയിൽ ഉണ്ടായിരുന്നു. അതിലൊന്നിലേക്കാണ് സി സദാനന്ദനെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നോമിനേറ്റ് ചെയ്യുകയും വിജ്ഞാപനം പുറത്തിറക്കുകയും ചെയ്തിരിക്കുന്നത്. സദാനന്ദൻ കൂടാതെ ഉജ്ജൽ നിഗം, അതോടൊപ്പം തന്നെ ഹർഷവർദ്ധൻ സിംഗ്ല, മീനാക്ഷി ജെയിൻ എന്നീ 3 പേരെ കൂടി നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. 4 ഒഴിവുകളാണ് ഉണ്ടായിരുന്നത്. ആ 4 ഒഴിവുകളിലേക്കുമാണ് ഇപ്പോൾ 4 ആളുകളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. നേരത്തെ പി.ടി. ഉഷ, അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകളെ കേരളത്തിൽ നിന്ന് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ സദാനന്ദനെ കൂടി ഇപ്പോൾ രാജ്യസഭയിലേക്ക് കേന്ദ്ര സർക്കാർ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. നിലവിൽ ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് അദ്ദേഹം. ഇതുമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇത് വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നു. 4 ആളുകളുടെ പേരുകളാണ് ഇതിലുള്ളത്. 2019 കണ്ണൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് സദാനന്ദൻ മത്സരിച്ചിരുന്നു. രാഷ്ട്രീയ ആക്രമണത്തിൽ 2 കാലുകളും ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ട വ്യക്തി കൂടിയാണ്. ഒരു സാഹചര്യം കൂടി ഇദ്ദേഹത്തിന് നോമിനേഷനിൽ ഉണ്ടെന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. കേന്ദ്ര സർക്കാരാണ് ഇത്തരമൊരു തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പി.ടി. ഉഷയ്ക്കും അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിക്കും ശേഷമാണ് ഇപ്പോൾ സദാനന്ദനെ ഇപ്പോൾ രാജ്യസഭയിലേക്ക് കേന്ദ്ര സർക്കാർ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. തൗഫീഖ്, അതായത് നേരത്തെ ഒരു ഘട്ടത്തിൽ പോലും ഇദ്ദേഹത്തിന്റെ പേര് രാജ്യസഭയിലേക്ക് പോകുമെന്ന തരത്തിൽ ഉയർന്നു കേട്ടിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കേന്ദ്ര നേതൃത്വം ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കാനുണ്ടായ ഒരു സാഹചര്യം, അല്ലെങ്കിൽ അദ്ദേഹത്തെ പരിഗണിക്കാനുണ്ടായ ഒരു കാരണങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാന ബിജെപിയുടെ ഒരു അഭ്യർത്ഥന കൂടി ഇതിലുണ്ടായിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സംസ്ഥാന ബിജെപിയുടെ ഒരു നിർദ്ദേശം കൂടി പരിഗണിച്ചുകൊണ്ടാകാം ഒരുപക്ഷെ സി സദാനന്ദനെ രാജ്യസഭയിലേക്ക് കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുക്കുകയും അതിപ്പോൾ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയിപ്പോൾ പുറത്തു വരേണ്ടതുണ്ട്. വളരെ പെട്ടെന്നായിരുന്നു ഇത്തരമൊരു തീരുമാനവും കേന്ദ്രത്തിന്റെ ഒരു വിജ്ഞാപനവും ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. 4 ആളുകളെയാണ് നിലവിൽ 4 ഒഴിവുകളാണ് രാജ്യസഭയിൽ ഉണ്ടായിരുന്നത്. ആ 4 ഒഴിവുകളിലേക്കുമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒഴിവിപ്പോൾ നികത്തുകയും 4 ആളുകളെ തെരഞ്ഞെടുത്തിരിക്കുകയുമാണ്. സദാനന്ദൻ, അതോടൊപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ ഉജ്ജൽ നിഗം, ഹർഷവർദ്ധൻ സിംഗ്ല, ഒപ്പം മീനാക്ഷി ജെയിൻ എന്നീ ആളുകളെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്തിരിക്കുന്നത്. വിവിധ മേഖലകളിൽ ഉള്ള 4 ആളുകളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധ മേഖലകളിൽ നിന്നും 4 ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് അവരെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ഉണ്ടായത്. ഇനിയിപ്പോൾ സദാനന്ദന്റെ ഉൾപ്പെടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരേണ്ടതുണ്ട്. തൗഫീഖാണ് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ സുനിൽ ഐസക് കൂടി വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. സുനിൽ, ബിജെപി നേതാവ് സി സദാനന്ദൻ രാജ്യസഭയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ അനുകൂലമായ ഘടകം എന്ന് പറയുന്നത് സംസ്ഥാന നേതാക്കളുടെ പിന്തുണ തന്നെയാണ്, ബിജെപി നേതാക്കളുടെ പിന്തുണ. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 94-ൽ അദ്ദേഹത്തിന് എതിരെ ഉണ്ടായ വധശ്രമം, ഒപ്പം തന്നെ CPM-ന്റെ ഒരു അക്രമ രീതി, കണ്ണൂരിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം, ഇതിനൊക്കെ ഇരയാണ് അദ്ദേഹം എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പോരാട്ടം, ഇതുവരെയുള്ള യാത്ര ഒക്കെ എങ്ങനെയായിരുന്നു? സുനിലേക്ക് വരാം. ഏതായാലും ബിജെപി നേതാവ് സി സദാനന്ദനെ രാജ്യസഭയിലേക്ക് കേന്ദ്ര സർക്കാർ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. സംസ്ഥാനത്തെ ബിജെപി നേതാക്കളുടെ താല്പര്യം ഇതിന് കാരണമായി എന്നാണ് മനസ്സിലാക്കുന്നത്. വീണ്ടും തൗഫീഖിലേക്ക് പോവുകയാണ്. തൗഫീഖ്, മറ്റാരൊക്കെയാണ് ഇപ്പോൾ രാജ്യസഭയിലേക്ക് കേന്ദ്ര സർക്കാർ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സദാനന്ദന് അനുകൂലമായ ഘടകങ്ങൾ, അത് ഈ സംസ്ഥാനത്തെ ബിജെപി നേതാക്കളുടെ പിന്തുണ മാത്രമാണോ? ഒപ്പം കേന്ദ്രത്തിന്റെ താല്പര്യം എന്തെങ്കിലും ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നോ? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത്? അജിന, 4 ആളുകളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. ഈ സദാനന്ദന്റെ പേര് സംസ്ഥാന ബിജെപിയുടെ അഭ്യർത്ഥന കൂടി, അല്ലെങ്കിൽ അവരുടെ ഒരു നിർദ്ദേശം കൂടി കണക്കിലെടുത്തുകൊണ്ടാകാം ഇത്തരമൊരു തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ഇത്തരമൊരു പേര് ഉയർന്നു കേട്ടിരുന്നില്ല. വളരെ പെട്ടെന്നാണ് ഇത്തരമൊരു വിവരം പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാർ ഇപ്പോൾ വിജ്ഞാപനം പൂർത്തിയാക്കുകയും അതോടൊപ്പം തന്നെ ഹർഷവർദ്ധൻ, മീനാക്ഷി ജെയിൻ
ഒപ്പം സദാനന്ദൻ ഉൾപ്പെടെ 4 ആളുകളെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരുമിച്ച് നോമിനേറ്റ് ചെയ്യുകയും അതിന്റെ വിജ്ഞാപനം ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു വരികയാണ്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1994 ആക്രമണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു. വലിയ ശ്രദ്ധ നേടിയ ഒരു വ്യക്തി കൂടിയാണ്. ആ ഒരു നിലയിൽ കൂടിയാണ് BJP അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് പരിഗണിച്ചതെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. നേരത്തെ PT ഉഷ, അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകളെയും കൂടി കേന്ദ്ര സർക്കാർ നേരത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിരുന്നു. PT ഉഷ ഇപ്പോഴും രാജ്യസഭയിലുണ്ട്. അത്തരത്തിൽ പുതിയ ഒരാളെ കൂടി, കേരളത്തിൽ നിന്നൊരാളെ കൂടി രാജ്യസഭയിലേക്ക് ഇപ്പോൾ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഈ തീരുമാനം ഞാൻ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന BJPയിൽ നിന്നുള്ള ഒരു അഭിപ്രായം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയത്. അതാണ് തോഫിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1994 2 കാലുകളും CPM പ്രവർത്തകർ വെട്ടിമാറ്റിയിരുന്നു. അദ്ദേഹത്തിന്റെ മട്ടന്നൂരിലെ പ്രമുഖനായ RSS ഭാരവാഹി ആയതുകൊണ്ട് തന്നെ ഉടൻ ഇതിലൊരു പ്രത്യാക്രമണവും ഉണ്ടായിരുന്നു. 94 ഫെബ്രുവരി 6 ഈ ഒരു സംഭവം നടക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു പോരാട്ടം 2 കാലുകളും ഇല്ലാതെയാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് സജീവമായി നിന്നിരുന്നത്. ഇക്കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഒരുപക്ഷെ ഈ ഒരു രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കാൻ, നോമിനേറ്റ് ചെയ്യാൻ അനുകൂല ഘടകമായി എന്ന് പറയുമ്പോഴും BJP നേതാക്കളുടെ അല്ലെങ്കിൽ സംസ്ഥാനത്തു നിന്നുള്ള നേതാക്കളുടെ പിന്തുണ ഏത് തരത്തിലായിരുന്നു? ആരൊക്കെയാണ് അദ്ദേഹത്തെ പിന്തുണച്ചത്? അജിന് അത്തരം കാര്യങ്ങളൊന്നും അറിയില്ല. കേന്ദ്ര സർക്കാർ ഇപ്പോഴാണ് ഇതിന്റെ വിജ്ഞാപനം പുറത്തിറക്കിയത്. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒരു തീരുമാനം ഉണ്ടാകുന്നത് ഇതിന്റെ വിജ്ഞാപനം മാത്രമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. 4 ആളുകളെ കേന്ദ്ര സർക്കാർ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ സ്വദേശിയാണ് അദ്ദേഹം. 2019 കണ്ണൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചിരുന്നു BJP സ്ഥാനാർത്ഥിയായിട്ട്. രാഷ്ട്രീയാക്രമണത്തിലാണ് അദ്ദേഹത്തിന്റെ 2 കാലുകളും നഷ്ടപ്പെട്ടത്. തുടർന്ന് BJPയിൽ അദ്ദേഹം പ്രവർത്തന മേഖലയിൽ BJPയുമായി കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കുകയുമെല്ലാം അദ്ദേഹം അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുകയുമാണ് ഉണ്ടായത്. തുടർന്നാണ് ഇപ്പോൾ അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് കേന്ദ്ര സർക്കാർ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 4 ഒഴിവുകളാണ് ഈ രാജ്യസഭയിലേക്ക് ഉണ്ടായിരുന്നത്. ആ 4 ഒഴിവുകളിലേക്കുമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒഴിവ് നികത്തിക്കൊണ്ടാണ് 4 ആളുകളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ആളുകളെയാണ് തെരഞ്ഞെടുത്തതെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ അങ്ങനെയായിരുന്നു എന്ന് കൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഉജ്ജൽവാല നിഗം, അതോടൊപ്പം തന്നെ മീനാക്ഷി ജെയിനും ഹർഷവർദ്ധൻ സിംഗ്ലയും എല്ലാം വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചു വരുന്ന ആളുകളാണ്. ആ ഒരു കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോയിരിക്കുന്നത്. ഒപ്പം BJPയുടെ അഭ്യർത്ഥന അല്ലെങ്കിൽ BJPയുടെ നിർദ്ദേശവും കൂടി സംസ്ഥാന BJPയുടെ അവരുടെ അഭിപ്രായം കൂടി കേട്ടതിന് ശേഷം കൂടിയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് BJP കേന്ദ്ര സർക്കാർ എത്തിയത്.